ഫിറാസ് അപ്പൊ എന്താ ഇത് നമ്മളൊരു ബന്ധുവാണ്. അപ്പൊ മൈക്ക് അല്ല മൈക്ക് അല്ല ആ മൈക്ക് നമ്മുടെ ബന്ധുവാണ്. നമ്മളിപ്പോ ഇന്ന് നമ്മുടെ ബന്ധുവിന്റെ വീട്ടിലെ ബന്ധുവിന്റെ വീടും അതേപോലെ ബന്ധുവിന്റെ പറമ്പ് കൃഷി അതെ അതെ കൃഷി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയില് നമ്മള് അരച്ച് പറയണത് ഞങ്ങൾ വ്ലോഗ് എടുക്കാണ്ടില്ലേ. ഇന്ന് നമ്മള് അങ്ങനെയാണ് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. പക്ഷെ കൃഷികള് കൃഷിയെ പറ്റി 2 വാക്ക്. എന്താണ് കൃഷി? തേക്കിന് അവക്കട പറഞ്ഞ ആളാണോ താങ്കൾ? എങ്ങനെയാന്ന് വെച്ചാല് ഇവൻ ജനിക്കുന്നതിന്റെ കുറച്ച് മുമ്പായിട്ടാണ് ഇവരിതൊക്കെ തുടങ്ങിയത്. അപ്പോ അതിന് നല്ല വരുമാനം കിട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോ വരുമാനം അപ്പോ നമുക്ക് ഇന്ന് കൃഷികളിലേക്ക് പോയി നോക്കാം. നമ്മള് അപ്പോ നമ്മുടെ ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യാം. മൈക്ക് ചെക്ക് ചെയ്ത് നോക്കിയാ ഫസ്റ്റ് നമ്മള് കണ്ടുവന്നത് എടാ ഇതിന് ചക്കപ്പയാണ് മുട്ടപ്പയാണ് പറയാ. ചക്കപ്പയ വല്ല പുയ്യൊക്കെ വരുന്ന നോക്കിക്കോ. ആടിയതാണ്. ഇവന് കൃഷിയെ പറ്റിയൊന്നും അറിയില്ല. കാരണമൊന്നുമില്ല. വീട്ടുകാരുണ്ടാക്കി വെച്ചു. ഇവൻ അതിൽ കിടന്ന് ആഹ്ലാദിക്കുകയും സീതപ്പഴം എനിക്കങ്ങനെ ഓർമ്മ വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഇതാണ് സീതപ്പഴത്തിന്റെ ഒരു സീതപ്പഴത്തിന് പുറത്ത് ശരിയായില്ലല്ലേ. ഇതാണ് കൂറ്റമ്പാറക്കാരുടെ സീതപ്പഴം. കൂറ്റമ്പാറക്കാരുടെ സീതപ്പഴം. ഇതാണ് ആഫ്രിക്കക്കാരുടെ. അല്ല ഞങ്ങള് വീട്ടില് അത് എനിക്ക് ലോകവിവരം പുറത്തേക്ക് ഇറങ്ങാത്തോണ്ടാണ്. അപ്പൊ ഇവൻ പണ്ട് മുതലേ ഗൾഫിലായിരുന്നു. അപ്പൊ ഇവന് ഇതിനെ പറ്റി ധാരണകളൊന്നുമില്ല. നമ്മളിപ്പോ വന്നിട്ട് ആളിലൊക്കെ പറഞ്ഞു കൊടുക്കണ തന്നെ ഈ നായോട്. ഇത് നമ്മളിപ്പോ അടുത്ത് കുറച്ച് മുമ്പേ വെച്ചിട്ടുള്ളൂ. അപ്പൊ കൊറോണ ടൈമിൽ ഇത്ര ആയിട്ടുള്ളൂ. അത് വളരാൻ കുറച്ച് പണിയാണ്. വളമൊന്നും ഇട്ട് കൊടുക്കില്ല. വളം വേളം. പിന്നെ തുളസി ഉണ്ട്. തുളസി അതേക്കല്ലേ ചോദിക്കടോ. അപ്പൊ നമ്മുടെ അപ്പൊ എന്താ വെച്ചാല് ഇതെന്താ പിലാവോ? ഇതോ ചക്കമരം. ചക്കാന്ന് പറയാം. അപ്പൊ ആ ഈ ചക്കമരം പറയാം. ചക്കച്ചക്കിന് ഓർമ്മയില്ല. ഇല്ലല്ല അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ എന്താ വെച്ചാല് അപ്പൊ ഇവിടെ അടുത്തത് ഇതല്ല ശരിയല്ല. ഇത് മുന്തിരിവള്ളികളാണ് തളിർത്ത് വരുന്നുള്ളൂ. ഇത് നമ്മള് കൈനെല്ലാം കുളിച്ചിട്ടാണ്. ഇപ്പാണ് എന്നൊരു എന്താ വളർന്നു വരുന്നത്. എന്താണ് സാധനം? മുന്തിരി. എന്ത് മുന്തിരിയാ? അത് വളരുമ്പോഴറിയുള്ളൂ. ജ്യൂസ് മുന്തിരിയാണോ പച്ച തുമന്നുണ്ടാവും. അത് താങ്കൾ കൃഷിനെ പറ്റി കൂടുതൽ അറിയില്ലേ? ഇതെന്താ സാധനം? ഇതെന്താ അത് പറ്റിയ സാധനം? അതും അറിയില്ലല്ലോ എനിക്ക്. ഇവൻ പണ്ട് മുതലേ ഗൾഫിൽ വളർന്ന് ജനിച്ചതുകൊണ്ട് ഒരു മണ്ണയാണ്. നമ്മള് ഓരോന്ന് പഠിച്ചു വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അവനുണ്ടാവും. അപ്പൊ നമ്മള് അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ നമ്മള് ചെക്കന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ബാക്കിലോട്ട് പോവാം. ബാക്കിലോട്ട് കുറെ കൃഷികളും കാര്യങ്ങളും. അപ്പൊ ഫിറാസ് ബ്രോ, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മള് നിങ്ങളിൽ കുറെ അല്ല കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ കോസ്റ്റ്യൂം അല്ല അത് കുഴപ്പമൊന്നുമില്ല. നമ്മളെ അറിയണവരൊക്കെ തന്നെയല്ലേ ഉള്ളു. നമുക്ക് ഇത് വീഡിയോ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. നമ്മളെന്താ അപ്പൊ ഫസ്റ്റത്തെ പരിപാടി എന്താണ്? അപ്പൊ ഒന്നും മതിയോ? ഇതുമേ ഉണ്ടോ? ഇതുമേ ഇവിടെ ഇത് ഫുള്ള് ഇലയാണല്ലോ.
ഇത് ഫുള്ള് ഇലയാണല്ലോ. ഇതെന്താ ഇവിടെ ആകെ ഉണങ്ങിക്കണല്ലോ. ഇതെന്താ അതൊക്കെ എന്താ ഇതൊക്കെ ഇതൊക്കെ എന്താ ഇതെന്താ മറ്റേ ഉണക്കനാരങ്ങ. അടുത്തത് നമ്മള് ഇവിടെ നാരങ്ങ കൃഷി ഉണ്ട് എന്ന് പറയുന്നുണ്ടോ. അപ്പൊ നമ്മള് നാരങ്ങ ഇവിടെ ഉണ്ട്. അതിന്റെ ഉള്ളിലേക്ക് കാണുന്നുണ്ട് നാരങ്ങ. അപ്പൊ നാരങ്ങൊക്കെ ഉണ്ട്. അതെന്താ അടിപൊളി നാരങ്ങ അടിപൊളി. ഇനി എന്താ ഉള്ളത്? ഇനി നല്ല ഓർക്കാപ്പുളി ഉണ്ട്. ഓർക്കാപ്പുളി ഓർത്തോണ്ട് നിക്കുവോ? നിങ്ങൾക്കിപ്പോ എങ്ങനെയാ വരുമാനം കാര്യങ്ങളൊക്കെ? വീട്ടുകാരുണ്ടാക്കിയത് എന്താ വില? ഇത് പിള്ളേരെ ഇത് സൈഡിലോട്ട് മാറ്റിയേക്കോ. ഇത് ഞാൻ വണ്ടി വലിച്ചപ്പോ ഉമ്മ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അന്റെ ഒപ്പം കുഴിച്ചിട്ടുണ്ട്. അന്റിലേറെ ഉപകാരം തെങ്ങിനോണ്ട് ഉണ്ടായില്ലേ? അങ്ങനെയല്ലേ ഈ പറയാൻ ഉദ്ദേശിച്ചേ? ഇല്ലടാ കൊഴപ്പില്ല അടിപൊളി. ആ ഇതെന്ത് മരാണോ ഇത്? പോയിട്ട് ചാടിക്കണൊക്കെ വച്ചു കൊഴുക്ക് പറിക്കാതെ വന്നിട്ട് നമുക്കിനെ ഒഴിവ് കിട്ടണില്ലേ? നമ്മള് ഇതൊക്കെ നല്ല മാങ്ങക്കിളി നിന്ന് പോവാ. ഇവിടെ കൃഷികളില് നല്ല മാമ്പഴങ്ങളും ഒക്കെ ഉണ്ട്. വേറെ ഇപ്പൊ എന്താ ഓർക്കാപ്പുളി ഉണ്ട് മച്ചാനെ. ഓർക്കാപ്പുളി പിന്നെ ഓർക്കാതിരിക്കാൻ പറ്റുവോ? ഓർക്കാപ്പുളി അടിപൊളിയല്ലേ? കണ്ട് ഐക്കോണിക് സാധനം ഒരു മരം പൊതിഞ്ഞിടല്ലേ. ഇത് അത്യാവശ്യത്തിനുണ്ടല്ലോ ബ്രോ. കണ്ണേറ് കിട്ടുവോ വീടിടുമ്പോ? കണ്ണ് ഓർക്കാപ്പുളി ഇവിടെ ഇതൊക്കെ നാച്ചുറൽ ഒരു മരുന്ന് അടിച്ചാത്തതാണ്. കൈക്ക് വ്ളോഗിന് സൂപ്പർ. എങ്ങനെയുണ്ട്? നിങ്ങളൊന്ന് കഴിച്ച് കാണിച്ചു തരുമോ? ഇത് നമുക്ക് ഇതിന്റെ റിയാക്ഷൻ എങ്ങനെയാന്ന് അറിയാനാണ്. എടാ ഇത് നാച്ചുറൽ ആയിട്ട് അങ്ങനെ വരുന്നതാണ്. ഈ ഒന്ന് കഴിച്ച് കാണിച്ചതാ. ഏയ് നാച്ചുറലി അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ? എന്താ നിങ്ങക്ക് ഉളിയോ പുളിയല്ലേ? ഇപ്പൊ ഇങ്ങടെ കൃഷിയിലിപ്പോ ആവശ്യത്തിനായിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ? ഇല്ലേ? നമുക്ക് ഒന്ന് നമ്മള് മരുന്നടിച്ചു കാണ്ട് ചെയ്യുന്നതല്ല. ഇതൊക്കെ നമ്മള് നാച്ചുറലി. അപ്പൊ അത്യാവശ്യം ഇവിടെ ഇതാക്കണേ കൊറേ തെങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നീ ചോയായിരുന്നു. അപ്പൊ നമ്മള് പട്ടേ ഇത് ഈ ഇല ഒന്ന് ഒന്ന് കഴിച്ചേ. ഈ മാറി കണ്ടോ? ഒന്നില്ലേ തട്ടിട്ട് വരാ, അല്ലെങ്കിൽ മാറി നിക്കാം. ഇതെങ്ങനെ തിന്നണ്ടേ? എങ്ങനെയുണ്ട് നമ്മളെ ബിരിയാണി? ഇത് എന്താ വെച്ചാല് നമ്മള് ഇവിടെ തന്നെ നട്ട് വളർത്തി വരുന്ന ഒരു പട്ട അങ്ങനത്തെ അല്ലേ? ഇത് പൊട്ടത് തേക്കട പോലെ ആടി. ഇവനൊക്കെ ആര് പടച്ചു വിടുന്നോ? അപ്പൊ നമ്മള് ഇത് നമ്മളെ കാന്താരി മുളക് മക്കളെ. ഇതൊക്കെ ഗൾഫിൽ എന്താ വില? എന്താ വില? അല്ല ഇതല്ലേ അത്യാവശ്യം ഇതിമൊന്നും ഇല്ലെങ്കിലും ഇതിന്നും അത്യാവശ്യത്തിനുണ്ട്. ഇത് ഈ സാധനം എന്താ പറയാൻ പറ്റുമോ? കണ്ടിട്ട് ഇപ്പൊ മറ്റേ അടക്കണോ? കവുങ്ങ് അടക്ക എന്നല്ല പറയാ. പാളയം പുളിയാ. ഇപ്പൊ നമ്മുടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്കിപ്പോ നമ്മളെ ഇന്നത്തെ ബ്ലോഗ് ബ്ലോഗല്ല ബ്രോ, ബ്ലോഗ് മനുഷ്യരല്ലേ. ഇതാണ് നമ്മളെ. ഹായ് ഹായ് ഹായ്. പേരെന്താണ് സാറിന്റെ?
ഷാജി പാപ്പൻ. താങ്കളുടെ പേരെന്തായിരുന്നു? സോറി ഇവൻ തങ്കൻ, ഇത് ഷാജി പാപ്പൻ. അത് എന്റെ മക്കളെ, ഇതാണ് എന്റെ ക്യാമറമാൻ മേജർ കമാൻഡോ ചീഫ്. എന്താ ഡയലോഗില്ലേ? ചക്കയുണ്ട്. അത് നീ പറഞ്ഞോ? ഞാൻ ഓ ചക്ക ഉണ്ടായോ? ഞാൻ ഈ പെരേന്ന് 2 കൊല്ലത്തിന് മാറി നിന്നപ്പോത്തിനും ചക്ക. എന്റെ ബ്രോ മനസ്സിലായോ? അന്നെ കൊണ്ട് വലിയ ഉപകാരങ്ങളൊന്നുമില്ല. ചക്ക എന്ന് പറഞ്ഞാല് ഉണ്ടാവും. ഇത് എത്ര പെട്ടൂലേ എക്സ്പോർട്ട് ഒക്കെ ചെയ്താ? എടാ ഈ വലിയ അതാകെ 3 ഉള്ളു ബ്രോ. ബ്രോ മേലക്ക് നോക്ക്. ബ്രോ അത്യാവശ്യത്തിന് അങ്ങനെ ഇവിടെ ഉണ്ട് ചക്ക. ആ മരത്തില് ആയി ആവണുള്ളൂ. അത് അടുത്ത മാസം. എനിക്ക് തോന്നുന്നു ആന്റിലേറെ ഒരു അന്നാ വളർത്തിയതിനേക്കാളും നല്ലത് ഇതൊക്കെ ഉണ്ടാക്കി കൂട്ടിയതാണ്. അപ്പൊ പിള്ളേരെ മൈക്ക് അത്യാവശ്യം ചീരാപ്പറങ്ങി ചീനാപ്പറങ്ങി ഇജ് പണ്ട് വിരുന്നേരൂല ടൗസർ ഇട്ടാണ്ട് അന്നുള്ള അത് അന്ന് ഞാൻ ഷെഡ്. നമ്മളെ വീടിന്റെ അപ്പുറത്ത് തന്നെയാണ് പള്ളിയും കാര്യങ്ങളും. പള്ളിക്കൊന്നും പോവില്ല. നമ്മുടെ മറ്റേ എന്താ സെലിബ്രിറ്റി എന്റെ പേരെന്തേനു? വാജല്ല ഷാജി പാപ്പന്റെ ഉമ്മ. അതൊക്കെ ഉണ്ടോ തേങ്ങക്കട്ട് കട്ട് ചെയ്തെടുക്ക്. നമ്മള് പ്ലാൻ മാറ്റി വീട്ടിലോട്ട് പോവായിരുന്നു. അപ്പൊ നമ്മള് പുളിമരത്തെ മറന്നു. വാജി പുളിമരത്തെ കുറിച്ച് 2 വാക്കുകൾ സംസാരിക്കും. പുളി നല്ലൊരു പുളിയാണ്. പുളി കഴിച്ചാൽ 2 തൂറ. എന്ത് ശരിയാ, വയറിന് പ്രശ്നമാണ്. കുറച്ച് പഞ്ചസാരയും മോനെ ഈ പുളി ഇല്ലാത്ത എത്ര പേരകൾ മിക്സ് ചെയ്ത് കഴിച്ചാൽ പുളിന്റെ ഒരു ഭംഗി നോക്ക്. ഫ്രഷ് സാധനമാണിത്. ഒരു മരുന്ന് അടിച്ചാൽ ഈ പുളിന്റെ അടുത്ത് തന്നെ നമ്മള് കുരുമുളകിന്റെ വള്ളി ഇട്ടിക്കണേ. കുരുമുളക് അരച്ചാൽ ആന കയറില്ലേ? അത് ചോദിച്ചില്ലല്ലോ. കാര്യം വെച്ചാല് അങ്ങനെ അവിടെ തേങ്ങ ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മളെ കയ്യെത്തും ദൂരത്ത് വരെ മാങ്ങുണ്ട് അവിടെ. ആണെങ്കിലും നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറിക്കാം. അതാണ് നമ്മളെ മരത്തിന്റെ പ്രത്യേകത. പിന്നെ പൈസക്ക് ബുദ്ധിമുട്ടെന്ന തേക്കുണ്ട് മുട്ടിക്കാന്. തേക്കുണ്ടോ? ഈ പൊട്ടം തേക്ക് കണ്ടുകൊണ്ട് ആഘോഷേടാണ്. നമ്മള് കൊറേ ആയില്ലടാ അതിലൊക്കെ ഇറങ്ങിയിട്ട്. പെരിയാലിൽ തന്നെ വീഡിയോ എടുക്കാൻ മൈക്ക് കെട്ടിട്ടോ. അപ്പൊ നമ്മള് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയില് നമ്മള് ഇൻക്ലൂഡ് ഇതുപോലത്തെ അത് പിടിച്ച ഹോം ടൂർ. അതുപോലത്തെ രസകരമായ വീഡിയോസ് ഇനിയും വരും. അപ്പൊ താങ്കളുടെ വീട് സന്ദർശിക്കാനും പോകുമ്പോ ഫുഡ് നമുക്ക് മാമ്പ പുഷേരി. അപ്പൊ ബാങ്ക്. അപ്പൊ ശരി, നമ്മള് ഇന്നത്തെ വീഡിയോ നമ്മള് ഇവിടെ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട കമന്റ് ഒക്കെ ഇട്ട് ഉഷാറാക്കും.